ഓ ദിവ്യകാരുണ്യമേ, ഓ നിത്യസായുജ്യമേ, ഓ സ്നേഹവാത്സല്യമേ, എന്നാത്മാവിൽ വാഴാൻ വരൂ. ഓ ദിവ്യകാരുണ്യമേ, ഓ നിത്യസായുജ്യമേ, ഓ സ്നേഹവാത്സല്യമേ, എന്നാത്മാവിൽ വാഴാൻ വരൂ. എന്നാത്മാവിൽ വാഴാൻ വരൂ. എന്നാത്മാവിൽ വാഴാൻ വരൂ. ഹൃദയസക്രാരിയെ പുൽകാൻ കൊതിയോടെ കാത്തിരിക്കുന്ന പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധയമ്മ ദേവാലയമാണെന്നും നാം ഓരോരുത്തരും അമ്മ ജീവിതത്തെ അത്ര കരുതലോടെ സൂക്ഷിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്ന പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. സ്വർണാലയമാണെന്നും ആദ്യ സക്രാരിയാണെന്നും ആത്മീയ ഗുരുക്കളിലൂടെ ഞങ്ങളെ ഓർമ്മപ്പെടുത്തുന്ന പരിശുദ്ധയമ്മയോട് ചേർന്ന് പരമപരിശുദ്ധ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശോയിൽ സ്നേഹമുള്ളവരെ, പരിശുദ്ധയമ്മയെ ഇന്ന് നാം ധ്യാനിക്കുമ്പോൾ അമ്മ ദേവാലയമാണ്. സഭാപിതാക്കന്മാർ പരിശുദ്ധയമ്മയെ ദേവാലയമെന്ന് വിളിക്കുന്നതിൻ്റെ പുറകിൽ ഒരു ജെറുസലേം ദേവാലയത്തിൻ്റെ പ്രതീകമുണ്ട്. ലോകത്തിൽ ഇതുപോലെ പൂർണ്ണതയിൽ സൃഷ്ടിക്കപ്പെട്ട, ഇത്രയ്ക്കു കൃപയോട് കൂടിയിട്ട് രൂപപ്പെടുത്തപ്പെട്ട മറ്റൊരു ദേവാലയമുണ്ടാവില്ല. കാരണം ദൈവമാണ് അത് രൂപകൽപ്പന ചെയ്തത്. എന്തൊക്കെ ഏത് വിധത്തിൽ ഏതളവിൽ ഉപയോഗിക്കണമെന്ന് അതിൻ്റെ നീളവും വീതിയും അതിൻ്റെ വർണ്ണങ്ങളും വൈവിധ്യങ്ങളും ഉപയോഗിക്കേണ്ടതൊക്കെയും വളരെ കൃത്യതയോടുകൂടിയിട്ട് ദൈവം പദ്ധതി പ്രകാരം ഒരുക്കിയത് ദാവീദ് രാജാവിന് കൈമാറി. ദാവീദ് അതിനായിട്ട് ദൈവം പറഞ്ഞ പ്രകാരം കാര്യങ്ങളൊക്കെ ക്രമീകരിക്കുന്നു. രക്തം പുരണ്ട കരങ്ങളായതുകൊണ്ടും യുദ്ധത്തിൻ്റെ പേരിൽ ഒരുപാട് കളങ്കിതമായതുകൊണ്ടും ദാവീദിൻ്റെ ജീവിതത്തോട് ബന്ധപ്പെടുത്തി സ്വർഗം വെളിപ്പെടുത്തി കൊടുത്തു, നിന്നിലൂടെ ആ ജെറുസലേം ദേവാലയം പണിയാൻ ആഗ്രഹിക്കുന്നില്ലെന്ന്. പിന്നീട് കടന്നു വന്ന സോളമൻ രാജാവിലൂടെ ഈ ജെറുസലേം ദേവാലയം ദൈവം പണിയുകയാണ്. ഒരു ചെറിയ സ്വരം പോലുമില്ലാതെ ദേവാലയം പണിതു എന്നൊക്കെ തിരുവചനം ഓർമ്മപ്പെടുത്തുമ്പം ദേവാലയം ഒരു വിശ്വാസിയുടെ ജീവിതത്തിൻ്റെ അഭയ ഇടമാണ്. ജീവിതത്തിൽ ഏതു സങ്കടത്തിലും സഹനത്തിലും നൊമ്പരത്തിലുമാണെങ്കിലും ആലയത്തിലെത്തുമ്പം അനുഭവിക്കുന്ന ആത്മസുഖം അത് വാക്കുകൾ കൊണ്ട് വർണ്ണിക്കാനാവില്ല. അതുകൊണ്ട് തന്നെയാണ് സഭാപിതാക്കന്മാർ പരിശുദ്ധയമ്മയെ ദേവാലയമെന്ന് വിളിച്ചത്. വിശ്വാസി അവൻ്റെ ജീവിതത്തിലെ ഈ ലോകത്തിൻ്റെ പല കാര്യങ്ങളിലും ഇടപെട്ട് അവൻ അസ്വസ്ഥനാകുമ്പം, അവൾ ഭാരപ്പെടുമ്പം ദേവാലയത്തിൽ ചെന്നിരുന്ന് ആ ദൈവ സാന്നിധ്യത്തിലായിരുന്നു കൊണ്ട് അനുഭവിക്കുന്ന സുഖം അത് പറഞ്ഞറിയിക്കാനാവില്ല. എനിക്കൊരു ചേട്ടനെ പരിചയമുണ്ട്. അദ്ദേഹം കഴിഞ്ഞ കുറേ നാളുകളായിട്ട് എല്ലാ ദിവസവും വൈകുന്നേരം ജോലി കഴിഞ്ഞ് 1 മണിക്കൂർ നിത്യാരാധനാ ചാപ്പലിൽ പോയിരിക്കും. അദ്ദേഹം പങ്കുവച്ചത് ഇങ്ങനെയാണ്: എനിക്ക് ആ ദിവ്യകാരുണ്യ സന്നിധാനത്ത് പോയി ഒരു ദിവസം ഇരിക്കാൻ കഴിയാതെ വരുമ്പം ചങ്കിൽ വലിയ ഭാരം കെട്ടിയതുപോലത്തെ അനുഭവമാണ്. അഭയമായിട്ട് തമ്പുരാൻ, ആലയമായിട്ട് എൻ്റെ ജീവിതത്തിൽ തമ്പുരാൻ്റെ സാന്നിധ്യം അനുഭവമായി മാറുമ്പം നാം ഈ വലിയ ദൈവ സാന്നിധ്യത്തെ, ദൈവകൃപയെ ഉൾക്കൊള്ളാൻ പര്യാപ്തരായി മാറും. അതുകൊണ്ടാണ് അൽഫോൻസ് ഗ്രിഗോരി പുണ്യവാൻ പറയും, മറിയമാകുന്ന ഭവനത്തിൽ വസിക്കുന്ന മനുഷ്യർ ഭാഗ്യപ്പെട്ടവർ. ദൈവമേ, അങ്ങാണല്ലോ അവിടെ ആദ്യമായിട്ട് വസിച്ചത്. അങ്ങേ വാസസ്ഥലം എത്ര മനോഹരം! അത്യുന്നതൻ്റെ വാസസ്ഥലം പരിശുദ്ധം, അത് മറിയമാകുന്നു.
ദൈവം യേശു തമ്പുരാന് ജന്മം കൊടുക്കാനായിട്ട് തിരഞ്ഞെടുത്ത ഉദരമായ പരിശുദ്ധ മറിയം, ആദ്യ സക്രാരിയ എന്ന് പരിശുദ്ധ മറിയത്തെ നമ്മൾ വിളിക്കും. അതുകൊണ്ട് വളരെ കൃത്യതയോടുകൂടെ നാം ഓരോരുത്തരും മനസ്സിലാക്കേണ്ട ഒരു വലിയ സത്യം, പരിശുദ്ധയമ്മയാകുന്ന ദേവാലയത്തിൽ വിശ്വാസി അവൻ്റെ ജീവിതത്തിൻ്റെ ഏതവസ്ഥയിലും, ഏത് ജീവിതത്തിന് നഗ്നമായ അനുഭവത്തിലും, സങ്കടമായ ദുരന്തമായ ഇടത്തിലും ചെന്ന് അഭയം തേടുമ്പം അമ്മ നമ്മളോട് പറയും, ദേവാലയം നിനക്ക് നൽകുന്ന സാന്ത്വനം പോലെ. അതുകൊണ്ടാണ് വാഴ്ത്തപ്പെട്ട ഫെഡറിക്കോസാനം പറയുന്നത്, വിശുദ്ധ കുർബാന അർപ്പിച്ചുകൊണ്ട് നിൻ്റെ ഓരോ ദിവസവും നീ ആരംഭിക്കണം. ആദ്യത്തെ സമയം കുർബാനയ്ക്കായി മാറ്റിവെക്കുക. നിൻ്റെ ദിവസത്തിൻ്റെ സമയം മുഴുവനും സ്വർഗം ഏറ്റെടുത്ത് വഴി നടത്തിയതിനെ ക്രമീകരിക്കും. സെൻ്റ് അഗസ്റ്റിൻ പറഞ്ഞു വെച്ചും, പരിശുദ്ധ കുർബാനയ്ക്ക് വേണ്ടി എടുത്തു വയ്ക്കുന്ന ഓരോ ചുവടിനും വലിയ ദൈവാനുഗ്രഹമുണ്ട്. പോളാറാമൻ മാർപ്പാപ്പ പറയും, ദേവാലയത്തിലെ ദൈവസാന്നിധ്യത്തെക്കുറിച്ചും പ്രപഞ്ചത്തിലെ ദൈവിക സാന്നിധ്യത്തെക്കുറിച്ചും വല്ലാണ്ട് സംവാദങ്ങളുണ്ടായപ്പം, അത് ചർച്ചയായപ്പം പോളാറാമൻ മാർപ്പാപ്പ പറഞ്ഞു, ദിവ്യകാരുണ്യത്തിലെ ദൈവത്തിൻ്റെ സാന്നിധ്യം പാർ എക്സലൻസ് എന്ന് വെച്ചാൽ മറ്റിടങ്ങളിലുള്ള ദൈവസാന്നിധ്യത്തെക്കാൾ ഒരു പടി കൂടിയതാണ്. പ്രപഞ്ചം മുഴുവനും ദൈവസാന്നിധ്യമുണ്ടെങ്കിലും ഒരു ദേവാലയത്തിലെ ദൈവസാന്നിധ്യത്തിന് പ്രപഞ്ചത്തിലെ മറ്റു സാന്നിധ്യങ്ങളെക്കാളുമൊക്കെ വലിയ സ്വാധീനമുണ്ടെന്നും അത് ശ്രേഷ്ഠമാണെന്നും ഈ മാർപ്പാപ്പയിലൂടെ ലോകത്തോട് വിളിച്ചു പറയുന്നു. അതുകൊണ്ട് പരിശുദ്ധയമ്മ എന്ന ഈ ദേവാലയത്തോട് വിശ്വാസികൾ ചേർന്ന് നിൽക്കുമ്പം, ആ ആലയത്തിൽ പോയി സങ്കടം പറയുമ്പം, നൊമ്പരമിറക്കി വയ്ക്കുമ്പം, കണ്ണീരുകൾ പ്രാർത്ഥനകളായിട്ട് ആ സന്നിധാനത്ത് ഒന്ന് സമർപ്പിച്ച് കഴിയുമ്പം, ഇരുകൈകളും നീട്ടി ദൈവം എൻ്റെ സങ്കടം ഏറ്റെടുക്കും. അവിടെ തന്നെ ഇരുകൈയും നീട്ടി തൻ്റെ അരികിലേക്ക് ചേർത്ത് പിടിച്ച് എന്നോടും നിങ്ങളോടും പറയും, സാന്ത്വനം നൽകി, ആശ്വാസം നൽകി, ഒരു തലോടലേകിയിട്ട് എന്നോടും നിങ്ങളോടും പറയും, സങ്കടപ്പെടണമെന്നേ, നൊമ്പരം ആവശ്യമില്ലെന്നേ. ഈ ജീവിതത്തിൽ നാം ഓരോരുത്തരും കടന്നു പോകുന്ന എല്ലാ അനുഭവങ്ങൾക്കും അമ്മ വഴിയായിട്ട് ഉത്തരമുണ്ട്. ദേവാലയത്തെക്കുറിച്ച് രാജാക്കന്മാരുടെ പുസ്തകത്തിൽ, 1-ാം പുസ്തകത്തിൽ നാം 8-ാം അധ്യായത്തിൽ സോളമൻ രാജാവ് മനോഹരമായൊരു ദേവാലയം പണിതതിനൊടുവിൽ ഒരു പ്രാർത്ഥന ചൊല്ലുന്നുണ്ട്. അവിടെ വചനം കൃത്യതയോടുകൂടെ ഇട്ട് പറയും, സ്വർഗാരി സ്വർഗങ്ങളുടെ ദൈവമേ, മനുഷ്യനിർമ്മിതമായ ദേവാലയത്തിൽ നീ ഇറങ്ങി വസിക്കുമോ? സ്വർഗം പോലും നിനക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്ത വിധം, നിന്നെ ഉൾക്കൊള്ളാൻ കഴിയാത്ത വിധം, സ്വർഗത്തിന് പോലും ഉൾക്കൊള്ളാൻ ആവാത്ത വിധം അത്രയ്ക്കുപരി നന്മയും ശ്രേഷ്ഠവുമായി നിൽക്കുന്ന ദൈവസാന്നിധ്യം മനുഷ്യൻ നിർമ്മിച്ച ആലയത്തിൽ വസിക്കുമോ? സോളമൻ്റെ ചോദ്യം. അവിടെ തമ്പുരാൻ ഈ ജെറുസലേം ദേവാലയത്തിലേക്ക് താണിറങ്ങി വന്ന് അവിടുത്തെ കാഴ്ചകളും സമർപ്പണങ്ങളും പ്രാർത്ഥനകളും സ്വീകരിച്ച് സോളമനോട് കൃത്യമായും വചനം ഓർമ്മപ്പെടുത്തും, നിൻ്റെ പ്രാർത്ഥനകളും നിൻ്റെ കാഴ്ചകളും സ്വീകരിച്ചുകൊണ്ട് ഞാൻ ഈ ആലയത്തെ വിശുദ്ധീകരിച്ച് നവീകരിച്ച് പൗത്രീകരിച്ചിരിക്കുന്നു. പരിശുദ്ധയമ്മയും സ്വർഗമിങ്ങനെ അനാദിയിലെ യേശു തമ്പുരാൻ്റെ ജന്മഗേഹമാകാനായിട്ട്, യേശുവിൻ്റെ ജീവിതത്തിനും ഈ ഭൂമിക്ക് അനുഗ്രഹമായി യേശുവിനെ കൊടുക്കാൻ വേണ്ടി തിരഞ്ഞെടുത്ത ദേവാലയമാണ്. അതുകൊണ്ടാണ് പയസ് 9-ാമൻ മാർപ്പാപ്പ പറയും, ദേവാലയം ദൈവിക പ്രഭ കൊണ്ട് പ്രകാശം ചൊരിയുന്നതും ദൈവമഹത്വം കൊണ്ട് നിറഞ്ഞതുമായിരുന്നു. പരിശുദ്ധയമ്മയും അങ്ങനെ തന്നെയാണ്. ദൈവിക പ്രഭ കൊണ്ട്, ദൈവ സാന്നിധ്യം കൊണ്ട് അമ്മ ഇങ്ങനെ ചലിക്കുന്ന സക്രാരിയായിരുന്നില്ലേ, ആദ്യ സക്രാരിയായിരുന്നില്ലേ? അതുകൊണ്ടാണ് സഭയുടെ ആത്മീയ ഗുരുക്കന്മാരിലൂടെ ലുത്തിനിയായുടെ പ്രാർത്ഥനയിൽ സ്വർണ്ണാലയമ എന്ന് പരിശുദ്ധയമ്മയെ വിളിക്കുന്നത്. സ്വർണത്തിന് ഏറെ വിലയുള്ള അല്ലെങ്കിൽ ഏറെ ശോഭയുള്ള ഒന്നായതുകൊണ്ട് കാഴ്ചവെക്കാൻ വേണ്ടി 3 രാജാക്കന്മാർ കടന്നു വന്നപ്പോഴും അവർ സ്വർണം കാഴ്ചവെച്ചു എന്നാണ് പറയുന്നത്. പ്രിയപ്പെട്ടവർക്കിടയിൽ സമ്മാനങ്ങളിൽ ഏറ്റവും മുന്തിയത് സ്വർണ്ണമാണെന്ന് അവകാശപ്പെടുന്നത്. അതുകൊണ്ട് തന്നെയാണ് പരിശുദ്ധയമ്മ സ്വർണ്ണാലയമാണ്. ദൈവം ഇങ്ങനെ യേശു തമ്പുരാന് ജന്മം കൊടുക്കാൻ, ആ തമ്പുരാനെ വളർത്തി പരിപാലിക്കാൻ ഈ മകൻ തൻ്റെ ജീവിതത്തിൻ്റെ മുഴുവനിടങ്ങളിലും അനുഗ്രഹമായി മാറാൻ തക്ക വിധം ഈ അഭിഷേകത്തിൻ്റെ ആലയത്തിലാണ് രൂപപ്പെടുത്തപ്പെട്ടതും പരിശീലിപ്പിക്കപ്പെട്ടതും. അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും ഈ കാലഘട്ടത്തിൽ നാം അനുഭവിക്കുന്ന എല്ലാ സങ്കടങ്ങൾക്കും ഉത്തരം രാജാക്കന്മാരുടെ പുസ്തകത്തിൽ കൃത്യമായി നമ്മൾ വായിക്കുന്നുണ്ട്. 8-ാം അധ്യായത്തിൽ ദേവാലയത്തിൻ്റെ പ്രത്യേകതകളെക്കുറിച്ച് അക്കമിട്ട് സോളമൻ്റെ പ്രാർത്ഥനയിൽ നമുക്ക് വായിച്ചെടുക്കാൻ കഴിയും.
ആ പ്രാർത്ഥനയിൽ പറയാണ്, നിൻ്റെ കുടുംബത്തിൽ ബന്ധങ്ങളിൽ അകലങ്ങൾ ഉണ്ടാകുമ്പം, അസ്വസ്ഥതകൾ ഉണ്ടാകുമ്പം ദേവാലയത്തിലേക്ക് ചെല്ലണം, ദേവാലയത്തിലേക്ക് കൈനീട്ടി പ്രാർത്ഥിക്കണം, ദേവാലയത്തിലേക്ക് തിരിഞ്ഞു പ്രാർത്ഥിക്കണം, ദേവാലയത്തേക്ക് മുഖാമുഖം നിന്ന് പ്രാർത്ഥിക്കണം. വിദേശികൾ പോലും അവിടെ വന്ന് പ്രാർത്ഥിക്കാൻ തക്കവിധം ദേവാലയത്തെ നിൻ്റെ പ്രാർത്ഥന കൊണ്ടും പങ്കുവെക്കൽ കൊണ്ടും പകുത്തേകൽ കൊണ്ടും. വീണ്ടും 9-ാം അധ്യായത്തിലും 10-ാം അധ്യായത്തിലും രാജാക്കന്മാരുടെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, ദേവാലയത്തോട് ബന്ധപ്പെടുത്തിയിട്ട് ദൈവം കൃത്യമായി പറയുന്നുണ്ട്, ദേവാലയത്തിൻ്റെ ചൈതന്യത്തിന് ഇണങ്ങാത്തതൊന്നും അവിടെ നടക്കാൻ പാടില്ല. അങ്ങനെയൊരു നടപ്പോ പ്രത്യേകതകളോ അവിടെ സംഭവിച്ചാൽ അത് വലിയ ദുരന്തമായും സങ്കടമായും മാറും. അതുകൊണ്ട് തന്നെയാണ് ദേവാലയത്തിൻ്റെ വെഞ്ചിരിപ്പ് കർമ്മത്തിൻ്റെ അവസാന ഭാഗത്ത് മെത്രാനച്ചന്മാർ ചൊല്ലുന്നൊരു പ്രാർത്ഥനയുണ്ട്, ഈ ദേവാലയത്തിൻ്റെ പരിശുദ്ധിക്കിണങ്ങാത്തതൊന്നും ഇവിടെ സംഭവിക്കാൻ പാടില്ല. അതിൻ്റെ പരിസരത്തെ പോലും വെഞ്ചരിച്ച് പ്രതിഷ്ഠിച്ചുകൊണ്ട് എന്നോടും നിങ്ങളോടും പറയുന്നുണ്ട്, ദേവാലയത്തിൻ്റെ പരിശുദ്ധിക്കിണങ്ങാത്തതൊന്നും സംഭവിക്കാൻ പാടില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെയും നാം ഓരോരുത്തരും തിരിച്ചറിയണം, പരിശുദ്ധ അമ്മ ദേവാലയമാണെങ്കിൽ ഈ അമ്മ ദേവാലയത്തെ, ഈ മാതൃത്വത്തിൻ്റെ നന്മ കൊണ്ട് നിറഞ്ഞ ദേവാലയത്തെ, പ്രപഞ്ചത്തെ മുഴുവനും നമ്മെ ഓരോരുത്തരെയും സ്വീകരിക്കാൻ വേണ്ടി ഒരുങ്ങിയിരിക്കുന്ന ദേവാലയത്തെ നമ്മൾ ഓരോരുത്തരും നമ്മുടെ പ്രാർത്ഥന കൊണ്ടും നമ്മുടെ സുഹൃത സമ്പന്നമായ ജീവിതം കൊണ്ടും നമ്മുടെ വിശ്വാസത്തിലൂന്നിയ പ്രവൃത്തികൾ കൊണ്ടും ഈ ദേവാലയത്തെ അലങ്കരിക്കണം. ഞാൻ പലരോടും പറയും, പള്ളിക്ക് കൊടുക്കുമ്പം ഒന്നും പേടിക്കേണ്ടതില്ല. കാരണം എന്തെന്നാ, പള്ളിക്ക് കൊടുക്കുക എന്ന് വെച്ചാൽ തമ്പുരാന് വേണ്ടി കൊടുക്കുക എന്ന് തന്നെ അർത്ഥം. നിൻ്റെ വിശ്വാസ ജീവിതത്തിൻ്റെ നിക്ഷേപമായി മാറാനുള്ള സാധ്യതയാണെന്നറിയുക. അതുകൊണ്ട് പള്ളിക്ക് കൊടുക്കുമ്പം ഒരു മടിയും വിചാരിക്കേണ്ടതില്ല പ്രിയപ്പെട്ടവരെ. കാരണം അവിടെ അർപ്പിക്കപ്പെടുന്ന ബലിയും അവിടെ പരിക്രമം ചെയ്യുന്ന കൂദാശകളും അവിടെ തമ്പുരാൻ്റെ സന്നിധി ഉയർത്തുന്ന വചനപ്രഘോഷണങ്ങളും ആത്മീയ ശുശ്രൂഷകളും നിൻ്റെ ജീവിതത്തിലേക്കും കുടുംബത്തിലേക്കും നിനക്കും അനുഗ്രഹത്തിന് കാരണമായിട്ട് മാറും. അതുകൊണ്ട് ഈ അമ്മ എന്ന ആലയത്തിലേക്ക് നമ്മുടെ ജീവിതത്തെ ഒന്ന് ചേർത്ത് വെച്ചേ. നീ ജീവിതത്തിൽ വലിയ സങ്കടവും എടുത്താപ്പൊങ്ങാത്ത ഭാരവും തകർന്ന് തരിപ്പണമാകാൻ തക്ക വിധമുള്ള അനുഭവങ്ങളും അവസ്ഥകളും കൊണ്ടു നടക്കുന്ന വ്യക്തിയാണെങ്കിൽ, അതിലൂടെയാണ് കടന്നു പോകുന്നതെങ്കിൽ ഒരു കാര്യം അടിവരയിട്ട് ഉറപ്പിച്ചോളും, നമ്മുടെ ജീവിതത്തിൽ ഈ അമ്മയാകുന്ന ദേവാലയത്തിലേക്ക് നമ്മളെ ഒന്ന് ചേർത്ത് വെച്ചാൽ നമുക്ക് വലിയ അത്ഭുതങ്ങൾ കാണാൻ പറ്റും. ദേവാലയത്തിന് വേണ്ടി സമയം കൊടുക്കുമ്പം, സമ്പത്ത് കൊടുക്കുമ്പം, നിൻ്റെ കഴിവ് പങ്കുവെക്കുമ്പം, നിനക്കുള്ളത് ഏതെങ്കിലുമൊക്കെ ദൈവത്തിന് മുമ്പിൽ പങ്കുവെച്ച് അനുഗ്രഹം പ്രാപിക്കുമ്പം നീ ഓർത്തുകൊള്ളുക, അത് ജീവിതത്തിൽ ആർക്കും എടുത്തു മാറ്റാൻ കഴിയാത്ത അനുഗ്രഹങ്ങളാണ്. പള്ളിയിൽ പൂ വയ്ക്കാൻ വേണ്ടി തന്നെ ഒരു ചേച്ചി തൻ്റെ വീട്ടിൽ കുറേ ചെടി നട്ടുപിടിപ്പിച്ച് അതിനെ പരിചരിച്ചു. വീട്ടിൽ പോലും അതിൽ നിന്നൊരു പൂവെടുത്ത് വെക്കില്ല എന്നെന്നോട് പറഞ്ഞ ഓർമ്മ എൻ്റെ മനസ്സിലുണ്ട്. അത് ദേവാലയത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. എന്തൊരു സുന്ദരമായ ചിന്തയാണ്, എന്തൊരു മനോഹരമായ ദർശനമാണ്. പരിശുദ്ധയമ്മ നമ്മളോട് പറയാണ്, കൃത്യമായിട്ട് ഓർമ്മപ്പെടുത്തുകയാണ്. സങ്കീർത്തനം 84:1 നമ്മൾ വായിക്കുന്നുണ്ട്, ഓ ദൈവപുത്രേ, അവിടുത്തെ കൂടാരങ്ങളെത്ര മധുരതരം, കുരുവി അതിന് വസിക്കാനൊരു വീടും ചങ്ങാരി തൻ്റെ കുഞ്ഞുങ്ങൾക്കൊരു കൂടും കണ്ടെത്തി. ദേവാലയത്തിൻ്റെ പ്രത്യേകതയാണ്, കുരുവിയും ചങ്ങാലിയും കൂട് കണ്ടെത്തുന്ന ഇടമാണത്. പാപി അവൻ്റെ അഭയസങ്കേതമായി മാറാൻ എത്തിപ്പെടുന്ന ഇടമാണത്. വിശ്വാസി അവൻ്റെ ജീവിതത്തിൽ ഇതുപോലെ ഒരിടം ഭൂമിയിൽ മറ്റൊന്ന് കാണാനാവില്ല, കണ്ടെത്താനുമാവില്ല. അതുകൊണ്ട് ജീവിതത്തിൽ പ്രിയപ്പെട്ടവരെ സാധ്യമുള്ളപ്പോഴൊക്കെ ദേവാലയത്തിൽ പോയി ബലിയോട് ചേർന്ന്, ദേവാലയത്തിൽ പോയിരുന്ന് ജപമാല ചൊല്ലി, ദേവാലയത്തിൻ്റെ ഇടങ്ങളിലായിരുന്നു കൊണ്ട് നിൻ്റെ ആത്മീയ കർമ്മങ്ങളെ പരിപുഷ്ടമാക്കാനായിട്ടൊക്കെ പരിശ്രമിക്കണം. വിസീത എന്ന് പറയുന്നൊരു കാര്യമുണ്ട്, പാരമ്പര്യങ്ങളൊക്കെ ചെയ്തിരുന്ന ഒരു കാര്യമാണ്. ഒരു ദേവാലയത്തിൻ്റെ അരികിലൂടെ കടന്നു പോകുമ്പം അവിടെയൊന്ന് വണങ്ങാനായിട്ട്, ആ ദൈവസാന്നിധ്യത്തെ ഒന്ന് ഓർത്തെടുക്കാൻ വേണ്ടിയിട്ട് പണ്ടൊക്കെ നമ്മളൊരു പള്ളിക്കരികിലൂടെ കടന്നു പോകുമ്പം ഒരു പിതാവിനും പുത്രനും ഒക്കെ വെച്ചിരുന്നു. അവിടെയുള്ള ദൈവികാരുണ്യ സാന്നിധ്യത്തെ ഒന്ന് സ്മരിച്ചിരുന്നു. ഇത്തരം നല്ല സുഖമുള്ള പാരമ്പര്യത്തിൻ്റെ പുണ്യങ്ങളൊക്കെ നമുക്ക് കൈവിട്ടു പോകുമ്പം നമുക്കറിഞ്ഞ് തിരികെ പിടിക്കാനായിട്ട് കഴിയട്ടെ. പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം ഒരു ദേവാലയത്തിൻ്റെ സാന്നിധ്യം പോലെ അത്രയ്ക്ക് സുന്ദരമാണ്. ദേവാലയത്തിൽ പോയി ഒരു വിശ്വാസി ബലിയർപ്പിക്കുമ്പം അവൻ്റെ ജീവിതം അനുഗ്രഹമാകും പോലെ അമ്മയോട് ചേർന്ന് ജപമാല ചൊല്ലുമ്പം അതൊരു ബലിയർപ്പണം തന്നെയാണ്. അതുകൊണ്ടാണ് ഫ്രാൻസിസ് പാപ്പ പറഞ്ഞത്, വീട്ടിലർപ്പിക്കാവുന്ന കുർബാന പോലെ ജപമാലയെ നീ കാണേണ്ടതുണ്ട്. വീട്ടിലർപ്പിക്കുന്ന കുർബാന പോലെയാണ് ജപമാലയെങ്കിൽ
ഈ അമ്മയോട് ചേർന്ന്, ഈ ദേവാലയമായ അമ്മയോട് ചേർന്ന് ജപമാല കരങ്ങളിൽ പിടിക്കുമ്പം, പ്രാർത്ഥനാ മന്ത്രങ്ങൾ ഉരുവിടുമ്പം നമ്മൾ ഓർമ്മിക്കണം, നമ്മുടെ ജീവിതത്തിൻ്റെ അപരിഹാര്യമെന്നു കരുതുന്ന മുഴുവൻ സങ്കടങ്ങളോ നൊമ്പരങ്ങളോ വേദനകളോ കഷ്ടപ്പാടുകളോ രോഗപീഠകളോ അപരിഹാര്യമെന്നു കരുതുന്ന ജീവിതത്തിൻ്റെ അവസ്ഥകളും അതങ്ങ് സമ്പൂർണമായിട്ട് സമർപ്പിച്ചേ. ദേവാലയത്തിൻ്റെ ബലിപീഠത്തിൻ്റെ അഗ്നിയിൽ ദഹിക്കാത്തതായി, ബലിയർപ്പണത്തിൽ പരിഹരിക്കപ്പെടാത്തതായി ഒന്നുമില്ല. അതുകൊണ്ടാണ് വിശുദ്ധ ലോറൻസ് ജസ്റ്റീനിയൻ പറഞ്ഞു, പരിശുദ്ധ കുർബാനയിൽ ദൈവം കൈനിറച്ച അനുഗ്രഹവുമായിട്ട് കടന്നു വരും. ചോദിക്കുന്നവനത് ആവോളം കൊടുക്കും. പാപി ദൈവവുമായി രമ്യതപ്പെടും. നീതിമാൻ ഉപരി നീതി നേടും. ജീവിതത്തിൻ്റെ ബന്ധന വഴിയും കൃപകൾ വർദ്ധിക്കും. നിനക്കാവോളം അനുഗ്രഹം തന്ന് ദൈവം നിന്നെ പറഞ്ഞു വിടും. അതുകൊണ്ട് പരിശുദ്ധയമ്മ ദേവാലയമാ. അമ്മയോടൊപ്പം നാം ഓരോരുത്തരും ദേവാലയത്തിൻ്റെ ആത്മീയ പുണ്യങ്ങളെ ഒന്ന് ധ്യാനിക്കാൻ കൂടെ ഈ നാളുകളെ ഉപയോഗപ്പെടുത്തണേ. അമ്മയ്ക്കൊപ്പം, ഈ ആലയമായ അമ്മയ്ക്കൊപ്പം ദേവാലയത്തിലേക്ക് ബലിയർപ്പിക്കാൻ കടന്നു വരുന്നവരെ മുഴുവനും അകത്തേക്കേറെ കൊതിയോടെ ആനയിച്ചു കൊണ്ടുപോകുന്നത് പരിശുദ്ധ അമ്മയാണ് എന്ന് മരിയയുടെ ദർശനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. ദേവാലയത്തിൽ മകൻ്റെ ബലിയർപ്പിക്കാൻ കടന്നു വരുന്ന പുരോഹിതനെ അണിയിച്ചൊരുക്കുന്നതും ബലിയർപ്പണ വേളയിൽ ഒപ്പം നിൽക്കുന്നത് മുഴുവനും അത് പരിശുദ്ധ അമ്മയാണ്. അതുകൊണ്ട് ഈ ആലയമെന്ന് പറയുന്നത്, സക്രാരി എന്ന് പറയുന്നത് അത് പരിശുദ്ധ മറിയമാണെന്നും ഈ ആലയം പരിശുദ്ധ അമ്മയുടെ പ്രതീകമാണെന്ന് കൃത്യമായിട്ട് തിരിച്ചറിഞ്ഞിട്ട് സഭാപിതാക്കന്മാർ പറയുന്ന ഈ ദേവാലയത്തിൻ്റെ ആത്മീയ ചൈതന്യത്തെ, അമ്മ വഴിയായി നമുക്ക് സ്വർഗം തരുന്ന ഈ അഭിഷേകത്തെ ഒന്ന് സ്വീകരിക്കാമോ, ഒന്ന് ഏറ്റുപറയാമോ? നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മയോട് ചേർന്ന് ഈ സക്രാരിയിൽ മറഞ്ഞിരുന്നുകൊണ്ട് ആദ്യ സക്രാരിയായി മാറിയ അമ്മയുടെ ഓർമ്മകളെ നമ്മുടെ ഉള്ളിൽ അഭിഷേകമായി നിലനിർത്തുന്ന ഈ ആത്മീയതയുടെ കൂടാരത്തിൽ വളരെ സ്നേഹത്തോടുകൂടെ നമുക്ക് പറയാൻ കഴിയണം, ഓർമ്മിച്ചെടുക്കാൻ കഴിയണം. എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ പരിശുദ്ധയമ്മ ഒരു ദേവാലയമാണെങ്കിൽ, നമ്മൾ ആ ദേവാലയത്തിലെ ബലിയർപ്പകരും ബലിവസ്തുവുമാണ് എങ്കിൽ ധൈര്യപൂർവ്വം അമ്മയ്ക്കരികിൽ ചെന്ന് നമ്മുടെ കാഴ്ചകളെ, ബലിയർപ്പിക്കാൻ വരുമ്പം കാഴ്ചകളുണ്ട് എന്നുറപ്പ് വരുത്തണം എന്നും മരിയയുടെ ദർശനം പറയും. ജീവിതത്തിൻ്റെ സങ്കടവും നൊമ്പരങ്ങളും കണ്ണീരും വിലാപങ്ങളും കൂട്ടിമുട്ടിക്കാൻ കഴിയാത്ത വിധം ഉടറുന്ന ജീവിതത്തിൻ്റെ അനുഭവങ്ങളൊക്കെയും അമ്മ മാതാവിൻ്റെ അനുഗ്രഹീത സാന്നിധ്യത്തിലേക്ക് ചേർത്ത് വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം നമുക്ക്. ആദ്യത്തെ സക്രാരി നീയേ മാതാവേ, ജീവന്റെ മന്നാ നിൻ ഉദരഫലം തന്നെ. ആദ്യത്തെ സക്രാരി നീയേ മാതാവേ, ജീവന്റെ മന്നാ നിൻ ഉദരഫലം തന്നെ. ഓ ജീവന്റെ മന്നാ നിൻ ഉദരഫലം തന്നെ. പരിശുദ്ധയമ്മേ, സഭാപിതാക്കന്മാർ പറയും, വിശുദ്ധ പർവ്വതങ്ങളിൽ അടിസ്ഥാനമുറപ്പിച്ച തിളങ്ങുന്ന ദൈവനഗരമാണ് പരിശുദ്ധ മറിയം. അമ്മ ഉറപ്പിക്കപ്പെട്ട അടിസ്ഥാനം ദൈവമൊരുക്കിയ അടിസ്ഥാനമാണ്. ഏത് കാറ്റിലും കോളിലും വല്ലാണ്ടുടറുമ്പം തീരമെത്തില്ല എന്ന് ഉറപ്പോടുകൂടെ ആയിരിക്കുമ്പം, കൈകാലിട്ടടിച്ച് മരണവെപ്രാളം കാണിക്കുമ്പം, ഒരാളും നിൻ്റെ ജീവിതത്തിൽ ഒരു മിന്നാമിനുങ്ങിൻ്റെ നുറുങ്ങുവട്ടം പോലും തരില്ലെന്നോർത്ത് സങ്കടപ്പെടുമ്പം, കൂരിരുട്ടിൽ ദിശയറിയാതെ ഉഴറുമ്പം, ആഴക്കടലിൽ തുഴ നഷ്ടപ്പെട്ട് നിൽക്കുമ്പം അമ്മേ എന്നൊന്ന് വിളിക്കാമോ? അമ്മയെന്ന് വിളിച്ച മകനെ എന്ന് മറുവിളിയോടെ കടന്നു വരുന്നൊരമ്മയുണ്ട്. വിളിച്ചാൽ വെളിപ്പുറത്തുള്ളൊരമ്മയുണ്ട്. എൻ്റെ ജീവിതം അമ്മയെ കുടിയിരുത്താൻ തക്ക വിധമുള്ള പരിശുദ്ധമായ ആലയമാക്കി മാറ്റണേ. എൻ്റെ ചിന്തകളെ, എൻ്റെ മലീമസമാക്കപ്പെട്ട ആഗ്രഹങ്ങളെ, എൻ്റെ ജഡതുല്യമായ ജീവിതത്തിൻ്റെ ഇടങ്ങളെ അമ്മയെന്ന ആലയത്തോട് ചേർത്ത് ആലയമായ അമ്മയ്ക്ക് സ്വീകാര്യമാകത്തക്ക വിധമെന്ന് മാറ്റാൻ ആഗ്രഹിച്ചേ. പ്രാർത്ഥിച്ചേ, കൊതിയോടെ ദാഹത്തോടൊന്ന് പ്രാർത്ഥിച്ചേ. അമ്മേ എന്ന് വിളിക്കുമ്പോ അലിവോടെ നീ അതു കേൾക്കുന്നു.
അരികിലായി നീ അണഞ്ഞിടുന്നു. അമ്മേ എന്ന് വിളിക്കുമ്പോൾ അലിവോടെ നീ അതു കേൾക്കുന്നു. ആശ്വാസമില്ലാതലയുമ്പോൾ അരികിലായി നീ അണഞ്ഞിടുന്നു. ഓമനയായി കൺമണിയായി എന്നെ മാറോട് ചേർക്കുന്നു. ഓമനയായി കൺമണിയായി എന്നെ മാറോടു ചേർക്കുന്നു. അമ്മേ മാതാവേ, എന്തിനാ പള്ളിയിൽ പോണേ എന്ന ചിന്തകളും വീട്ടിലിരുന്നാൽ പോരെ, ഓൺലൈനിൽ കുർബാനയിൽ പങ്കെടുത്താൽ പോരെ എന്നൊക്കെ ചിന്തിക്കുമ്പം ഒരു കാര്യം മനസ്സിൽ കുറിച്ചിടാം. ഓൺലൈനിലൂടെ തമ്പുരാന് വീട്ടിൽ വരാൻ കഴിയാത്തത് കൊണ്ടല്ല. ഞാനും നിങ്ങളും വീട്ടിലായിരിക്കുമ്പം ബലിയിലും പ്രാർത്ഥനയിലും പങ്കുചേരുന്നത് പോലല്ല ദേവാലയത്തിലായിരിക്കും നമ്മുടെ പങ്കുചേരലുകൾ. നമ്മളാണ് ഇടം മാറുമ്പം അനുഗ്രഹീതരാകുന്നത്. അതുകൊണ്ട് ആത്മീയതയിൽ അനുഭവമുള്ളവരൊക്കെ പറയും, സ്ഥലം മാറിപ്പോയി ധ്യാനം കൂടണം. പ്രാർത്ഥനയുടെ അന്തരീക്ഷത്തിനിണങ്ങുന്ന ഒരു പശ്ചാത്തലം ഉണ്ടാവണം. ഇല്ലെങ്കിൽ നമ്മുടെ മാനുഷിക ബലഹീനത നമ്മെ അപകടപ്പെടുത്തും. ഈശോയോട് പറയാം, ഈശോയെ, ദേവാലയത്തെ ഞങ്ങൾ ഓരോരുത്തരും പരിശുദ്ധാത്മാവിൻ്റെ ആലയമാണല്ലോ. പരിശുദ്ധ അമ്മയ്ക്ക് ഞങ്ങളുടെ ജീവിതത്തെ ഒന്ന് ചേർത്ത് കൊടുക്കാൻ കൃപ തൂകണമേ. കൊതിയോടെ പ്രാർത്ഥിക്കാം, ദാഹത്തോടെ പ്രാർത്ഥിക്കാം. സക്രാരിയായിൻ ഹൃദയം ഒരുക്കി കാത്തിരിപ്പൂ. സക്രാരിയായിൻ ഹൃദയം ഒരുക്കി കാത്തിരിപ്പൂ. സ്വർഗീയ രാജകുമാരാ വരണേ, നീ വരണേ, എന്നാത്മാവിൽ രാജനായി വാഴാൻ. സ്വർഗീയ രാജകുമാരാ വരണേ, നീ വരണേ, എന്നാത്മാവിൽ രാജനായി വാഴാൻ. ഓ ദിവ്യകാരുണ്യമേ, എല്ലാവരും ചേർന്ന് വിശ്വാസത്തോടെ ഓ നിത്യസായുജ്യമേ, ഓ സ്നേഹവാത്സല്യമേ, എന്നാത്മാവിൽ വാഴാൻ വലിയ സ്നേഹത്തോടെ ഈശോയെ ക്ഷണിച്ചുകൊണ്ട് പ്രാർത്ഥിക്കും. ഓ ദിവ്യകാരുണ്യമേ, ഓ നിത്യസായുജ്യമേ, ഓ സ്നേഹവാത്സല്യമേ, എന്നാത്മാവിൽ വാഴാൻ വരൂ. കരങ്ങൾ അല്പം തുറന്നു പിടിച്ച് ഈശോയെ നോക്കിയിട്ട്, ദേവാലയത്തെ ദേവാലയമാക്കുന്നത് ഈ ദൈവിക സാന്നിധ്യമല്ലേ, ഈ ദിവ്യകാരുണ്യമല്ലേ? അമ്മയും ഇവിടെ ഉണ്ട്, ആലയമായ അമ്മ ഇവിടെയുണ്ട്, ആദ്യസക്രാരിയായ അമ്മ ഇവിടെയുണ്ട്. കരങ്ങൾ തുറന്നു പിടിക്കുമ്പം എൻ്റെ ജീവിതത്തിൽ ഈ നിമിഷം ദൈവം ഇടപെടാൻ ആഗ്രഹിക്കുന്ന എല്ലാ അവസ്ഥകളെയും പ്രാർത്ഥനകളെയും നിയോഗങ്ങളെയും മനസ്സിലോർക്കാം. ജപമണികളിലൂടെ ഓൺലൈനിൽ നേരിട്ടുമല്ലാതെയുമൊക്കെ ഈ ശുശ്രൂഷയിലേക്ക് അയച്ച നിയോഗങ്ങൾ, എഴുതി ചേർത്ത നിയോഗങ്ങൾ സ്വർഗമേറ്റെടുക്കട്ടെ. ആശ്രവദിക്കുമ്പം, കർത്താവേ, നിൻ്റെ വലതുകരം നീട്ടി ഞങ്ങളായിരിക്കുന്ന അവസ്ഥയിൽ നവീകരിക്കണേ,
വിശുദ്ധീകരിക്കണേ. വലിയ സ്നേഹത്തോടെ കരങ്ങൾ ഉയർത്തി സ്തുതിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് അവിടുത്തെ അനുഗ്രഹത്തിൻ്റെ ആശീർവാദം സ്വീകരിക്കാം. യേശുവേ ആരാധിക്കുന്ന ദൈവമേ, ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ആരാധന യേശുവേ, ആരാധന ദൈവമേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ആരാധന യേശുവേ, ആരാധന യേശുവേ. ആരാധിക്കുന്നു യേശുവേ, ആരാധന 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 യേശുവേ. ആരാധന യേശുവേ, ആരാധന യേശുവേ. ആരാധന ആരാധന യേശുവേ. ആരാധന ആരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, ഇന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, ഇന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, ഇന്നുമെന്നും അങ്ങേക്കാരാധന. ഈശോമിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. പരിശുദ്ധ അമ്മയോട് ചേർന്ന് ജപമാല ചൊല്ലി ഏറെ അനുഗ്രഹത്തോടെ പ്രാർത്ഥിക്കുന്ന ശലോം പ്രേക്ഷകരെ, ഒരുപാട് സ്നേഹത്തോടെ ഈ നാളുകളിൽ നിയോഗങ്ങളെല്ലാം ചേർത്ത് വെച്ച് പരിശുദ്ധ അമ്മയോട് ചേർന്ന് നാം പ്രാർത്ഥിക്കുകയായിരുന്നു. അവസാനത്തെ 22-ാം തീയതി മുതലുള്ള 10 ദിവസങ്ങൾ ആരാധനയിൽ നാം ഓരോരുത്തരും ചേർത്ത് വയ്ക്കുന്ന പ്രാർത്ഥനാ നിയോഗങ്ങൾ ദൈവത്തിനുമുമ്പിലേറെ സ്വീകാര്യമാകാൻ വേണ്ടി ഈ 7 ദിവസങ്ങളിൽ നമ്മളൊരു ഒരുക്കത്തിൻ്റെ പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കുകയാണ്. പരിശുദ്ധ അമ്മയെ ധ്യാനിക്കുന്നതോടൊപ്പം ഓരോ ദിവസവും മന്ത്രം പോലെ മനസ്സിൽ ഉരുവിടാൻ വേണ്ടി നിങ്ങൾക്ക് ഒരാത്മീയതയുടെ ചെറിയ പ്രാർത്ഥന ഒന്ന് പറഞ്ഞു തരികയാണ്. ഓരോ ദിവസവും നമ്മൾ ഈ പ്രാർത്ഥന സാധിക്കുന്നിടത്തോളം ആവർത്തിച്ച് പരിശുദ്ധ അമ്മയോട് ചേർന്നുള്ള അവസാനത്തെ 10 ദിവസത്തെ ജപമാല സമാപനത്തിൽ വലിയ ദൈവാനുഗ്രഹം എഴുതിക്കൊടുത്ത പ്രാർത്ഥനകളൊക്കെയും സ്വർഗം സ്വീകരിക്കുമാറ് അഭിഷേകത്തിലും അനുഗ്രഹത്തിലുമാകാൻ വേണ്ടി നമുക്കെല്ലാവർക്കും ഒരുങ്ങാം. അതിനായി അമ്മ വഴിയായി ഈശോയോട് ചേർന്ന് നമുക്ക് പ്രാർത്ഥനയിലായിരിക്കാം. ഇന്നത്തെ ഒരുക്കമായി നമുക്ക് എങ്ങനെ പ്രാർത്ഥിക്കാം? പരിശുദ്ധ അമ്മേ, പരിശുദ്ധാത്മാവിൻ്റെ ആലയമായി ജീവിക്കാൻ എന്നെ സഹായിക്കണമേ. താതന്റെ ഏകകുമാരാ, രക്ഷകനാം ഈശോനാഥാ, അയക്കൂ നിന്നാത്മാവിനെ ഇപ്പോഴീ ഭൂമിയിലേക്ക്. താതന്റെ ഏകകുമാരാ, രക്ഷകനാം ഈശോനാഥാ, അയക്കൂ നിന്നാത്മാവിനെ ഇപ്പോഴീ ഭൂമിയിലേക്ക്. പ്രാർത്ഥനാ നിയോഗങ്ങളെ സമർപ്പിച്ച് ഒക്ടോബർ മാസത്തിൽ അധികമായി ഒരു ജപമാലയെങ്കിലും ചൊല്ലി ഇനിയും ശാലോം ജപമാല സഖ്യത്തിൽ പങ്കുചേരാൻ ആഗ്രഹിക്കുന്നവർ ബന്ധപ്പെടുക. ഫോൺ നമ്പർ 0496 266 4600, 0496 266 4664. മെസ്സേജ് അയക്കാൻ വാട്സാപ്പ് നമ്പർ 9605818881. ഇമെയിൽ prayer@shalomonline.net.